ഹായ് പ്രിയപ്പെട്ടവരെ, ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കുന്ന ആളെന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് സ്റ്റുഡൻസ് വിളിക്കാറുണ്ട്. അവരുടെ കരിയർ സംബന്ധമായിട്ടും പേഴ്സണൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ മൈൻഡ് പവർ, മാനിഫെസ്റ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ വലിയ ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ഒത്തിരി ഈ സമയങ്ങളിൽ ഒരു 3-4 വർഷം കൊറോണയ്ക്ക് ഇപ്പുറം ഞാൻ ഒരുപാട് ടൈമും പൈസയും ഒക്കെ ഈ ഒരു കാര്യം പഠിക്കുന്നതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. അതിന് വേണ്ടി അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അവർ പറയുന്ന പല കാര്യങ്ങളും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക, അതൊക്കെ പരീക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. അതിലെനിക്ക് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇതൊക്കെ പ്രാക്ടീസും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ ഒരു 3-4 വർഷം കൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വർക്ക് ചെയ്ത ഒരു എക്സസൈസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും തോന്നും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ പറയുന്നത് നമ്മൾക്ക് ഏറ്റവും നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുള്ള, നമ്മളുടെ ലൈഫിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർഗീവ്നെസ് അഫർമേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇല്ല, ഞാൻ ഒരിക്കലും കൊടുക്കില്ല, എൻ്റെ ശത്രുവിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല, എന്നെ അവരങ്ങനെ ചെയ്തില്ലേ, എന്നെ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെയുള്ള, നമുക്കങ്ങനെയാണല്ലോ, നമ്മളെ ദ്രോഹിച്ചവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു മനസ്സൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഹേർട്ട് ചെയ്താന്ന് പറയുന്നത് നമ്മളെ വളരെ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്ത ആൾക്കാരെ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ സെക്ഷുവലി അബ്യൂസ് ആക്കപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യമെന്ന് പറയുന്നത് അവർക്കൊക്കെ ഒത്തിരി വർഷങ്ങളുടെ ഹീലിംഗ് എടുത്താൽ മാത്രമാണ് അവർക്കൊക്കെ അതിൽ നിന്നൊക്കെ അവരുടെ ആ ഒരു ട്രോമയിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരുടെ കാര്യമേ അല്ല പറയുന്നത്. നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ അമ്മായിയമ്മ പോരും, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ളവർക്ക് മുൻ ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയ ട്രോമകളും, പ്രത്യേകിച്ച് നമ്മളുടെ പാരൻസിൽ നിന്ന് കിട്ടിയ ട്രോമകൾ, അതായത് ഇപ്പോൾ ഈ യൂട്യൂബൊക്കെ സജീവമായ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ അമ്മയ്ക്കൊക്കെ ഒരു അത്രയും അമ്മ എന്ന് പറയുന്നത് ഒരു ത്യാഗത്തിൻ്റെ നിറകുടം അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ ഒത്തിരി ട്രോമ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അത്തരക്കാർക്കൊക്കെ അങ്ങനെ പാരൻസിൽ നിന്ന് കിട്ടുന്ന ട്രോമ വളരെ വലുതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 10 വയസ്സിനകത്ത് നമുക്ക് കിട്ടുന്ന ട്രോമകൾ ഹീൽ ചെയ്യാൻ വലിയ പാടാണ്. അതാണിപ്പോൾ ചൈൽഡ് ട്രോമ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈൽഡ് ഹീലിംഗ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതൊക്കെ വല്ലാത്ത, അത് ഹീൽ ചെയ്യാൻ ഒത്തിരി ടൈമും എടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ട്രോമയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളുടെ ഒരു 6-7 വയസ്സ് കാലഘട്ടത്തിനിടയിലാണ് എന്നൊക്കെ ഉള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3-4 വർഷത്തിന് ഇപ്പുറമാണ് ഞാൻ പോലും തിരിച്ചറിയുന്നത്. അപ്പോൾ എനിക്ക് എന്നെ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. എൻ്റെ മക്കളെയൊക്കെ വളർത്തുന്ന സമയത്തൊന്നും നമുക്ക് ഇത്തരം ഇൻഫർമേഷനൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരങ്ങ് വളർന്നോളും, കൊച്ചുകുട്ടിക്ക് എന്ത് മനസ്സിലാകാനാ എന്നുള്ള ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ വളർത്തുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തുന്ന സമയത്തും ആ കുട്ടികളങ്ങ് വളരും എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള ബാലകാല ട്രോമയൊക്കെ വരുമെന്നൊന്നും നമ്മളാരും ചിന്തിക്കുന്നില്ല, നമ്മുടെ പേരൻസും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ
ഒത്തിരി കുഞ്ഞുനാളിലെ നമ്മളുടെ അമ്മയിൽ നിന്നും കിട്ടിയ ഒരുപാട് വിഷമങ്ങളുണ്ടാകും, അച്ഛന്മാരിൽ നിന്ന് കിട്ടിയ വിഷമങ്ങളുണ്ടാകും. ഈ അടുത്ത കാലത്ത് നമ്മളൊരു ഡോക്ടർ സുനിത കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേൾക്കാനിടയായി. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഒരമ്മ ഈ കുട്ടിയെ സെക്സ് റാക്കറ്റിനെ കൊണ്ട് കൊടുക്കുന്നത് ഒരമ്മ തന്നെയാണെന്ന്. അങ്ങനത്തെ അമ്മമാർ നമ്മളുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് സർവ്വസഹയായ ഒരാൾ മാത്രമല്ല, ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് ട്രോമകൾ സമ്മാനിച്ചിട്ടുള്ള ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അത്തരം നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ട്രോമകളും വിഷമങ്ങളും, നമുക്ക് അവരോടുള്ള ദേഷ്യവും, നമുക്ക് മനസ്സിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നമ്മളുടെ അഫർമേഷൻസും ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളത്, നമുക്ക് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്നുകിൽ നമ്മളുടെ കരിയർ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക, നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു കാര്യം. അതല്ല എങ്കിൽ നമ്മളുടെ വാശി, വൈരാഗ്യം, എൻ്റെ അമ്മായിയമ്മ പണ്ട് എന്നെ അങ്ങനെ ചെയ്തു, എൻ്റെ എക്സ് ഹസ്ബൻഡ് എന്നെ അന്ന് അങ്ങനെ ചെയ്തു, എൻ്റെ അമ്മ പണ്ട് എനിക്ക് അത് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ള, അങ്ങനെ അങ്ങ് നിൽക്കുക, ഇല്ല അവർക്ക് മാപ്പ് കൊടുക്കില്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. ഈ 2 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ബെറ്റർ എന്താ, നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളോട് എന്ത് ദ്രോഹം ആരൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ മാപ്പ് അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡെയിലി ദിവസവും 24 പ്രാവശ്യം നമ്മൾ 4 സെൻറ്റൻസ് എഴുതുന്നു എന്നുള്ളതാണ്. അതായത് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അതിനെ നമ്മൾ ചൈനീസിൽ ഈ ഹൊപ്പനൊപ്പനോ എന്നൊക്കെ പറഞ്ഞ് ആ പ്രെയർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, സെയിം അത് തന്നെയാണ്. അത് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ എഴുതാം. നമ്മൾ മാപ്പ് ചോദിക്കുന്നു. ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ അവരെ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ മാപ്പ് അപേക്ഷിക്കാൻ പോകുന്നത്, അതായത് നമ്മൾ ഏറ്റവും ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ, ലൈക്ക് ഇപ്പോൾ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അമ്മായി അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ്, ആരും ആയിക്കൊണ്ട് പോട്ടെ, അവരെ നമ്മൾ അവരുടെ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നു, നമ്മുടെ മുന്നിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അവരോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമ്മളെയല്ലേ അവർ ദ്രോഹിച്ചത്, എന്നിട്ട് നമ്മളെന്തിനാ അവരോട് മാപ്പ് ചോദിക്കുന്നത് അല്ലേ? അങ്ങനെ തോന്നിയില്ലേ? എനിക്കും തോന്നി കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു പോട്ടെ, അങ്ങനെ കുറച്ച് മാപ്പ് കൊടുത്തു എന്ന് വെച്ചിട്ട് നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പ്രാക്ടീസ് ശരിക്കും ചെയ്തത്. അതൊരു 21 ദിവസം നമ്മൾ എഴുതണം. അപ്പോൾ 24 പ്രാവശ്യം എഴുതണം. ഒരു ദിവസം 24 ടൈംസ് പ്രാവശ്യം എഴുതണം. ഒരു ഇരിപ്പിൽ ഇരുന്നിട്ടാണ് 24 പ്രാവശ്യം എഴുതേണ്ടത്. അതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസവും നമ്മൾ എഴുതണം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരേ ടൈമിൽ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരേ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ 9 മണി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 9 മണി അങ്ങനെയൊന്നുമില്ല. മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ അങ്ങനെയുള്ള ഒരു ടൈം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും മോർണിംഗിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗിൽ തന്നെ 24 പ്രാവശ്യം എഴുതുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 സെൻറ്റൻസാണ് നമ്മൾ എഴുതാനുള്ളത്. പിന്നെ ഇത് എഴുതുമ്പോൾ വന്ദനത്തിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അതിലെ നായിക പറയുന്നില്ലേ ഐ ലവ് യു, അങ്ങനെ പറയുന്ന പോലെ അല്ല. അങ്ങനെ ചെയ്താൽ ഇതിന് ഒരു എഫക്റ്റും കിട്ടില്ല. നമ്മൾ ശരിക്കും അവരോട് മാപ്പ് പറയുന്നത് നമ്മൾ ഉള്ളിൽ നിന്ന് നമുക്ക് ഫീലായി വരണം. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് ഐ ആം സോറി എന്ന് പറഞ്ഞ് നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മൾ ഉള്ളിൽ നിന്ന് അവരെ നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി നമ്മൾ ഐ ആം സോറി എന്ന് ഫീൽ ചെയ്ത് പറയണം. പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ എന്നാണ് പറയുന്നത്. നമ്മളെ ശത്രുവിനോടാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നാലും അങ്ങനെ പറയണം, ആ ഒരു ഫീലോട് കൂടി പറയണം. അപ്പോൾ അവർ നമുക്ക് മാപ്പ് തരുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയണം? താങ്ക് യു, നന്ദി, ഐ ലവ് യു കൂടെ അതും കൂടെ പറഞ്ഞാലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കുക. അങ്ങനെ 4 സെൻറ്റൻസാണ് നമ്മൾ എഴുതാനുള്ളത്. ഈ 4 സെൻറ്റൻസ് എഴുതുമ്പോഴും അതിൻ്റേതായ ഫീലിങ്സോട് കൂടി പറഞ്ഞാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ കാണാപ്പാഠം പഠിച്ച് പറയുക എന്നുള്ള രീതിയിൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു അങ്ങനെ പറഞ്ഞാൽ ഒരു എഫക്റ്റ് ഇതിന് കിട്ടില്ല. നമ്മളുടെ ശത്രുവിനെ മെൻ്റലി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. നമ്മൾ അവരോട് ഐ ആം സോറി,
പ്ലീസ് ഫോർഗീവ് മീ. ആ പ്ലീസൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വെഗ് ചെയ്ത് പറയണം, പ്ലീസ് ഫോർഗീവ് മീ. അപ്പോൾ അവർ മാപ്പ് പറയുന്നു, മാപ്പ് തരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ താങ്ക് യു, ഐ ലവ് യു. ആ ലവ് യു ഒക്കെ പറയുമ്പോൾ നമുക്ക് അവരോട് ഉള്ളിലുള്ള സ്നേഹം പുറത്ത് വരത്തക്ക രീതിയിൽ തന്നെ പറയണം. അപ്പോൾ ഈ 4 സെൻറ്റൻസ് നമ്മൾ പറയുക. ഇനി ഇംഗ്ലീഷ് അറിയാത്തവർക്കാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാലും മതി. നമുക്കറിയാവുന്നതുപോലെ ഈ 4 കാര്യങ്ങൾ, അതായത് എന്നോട് ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരൂ, ഐ ലവ് യു, താങ്ക് യു എന്നുള്ള ഈ 4 ഇതിനനുസരിച്ചുള്ള മലയാളം വാക്ക് നമ്മൾ എഴുതിയാലും മതി. നമുക്കത് ഈ 4 കാര്യങ്ങൾ നമ്മൾ അവരുടെ മുൻപിൽ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അങ്ങനെ 24 ദിവസം 21 ദിവസം പറയണം, 24 ടൈംസ് പറയണം ഒരേ കാര്യം തന്നെ. ഓക്കെ, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല, നല്ല ദേഷ്യമായിരിക്കും. നമുക്ക് അതിൽ ഒരു ഫീലിംഗ് വരില്ല. നമ്മൾ ആർട്ടിഫിഷ്യലി പറയാനേ നമുക്ക് പറ്റുള്ളൂ. എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്, ആർട്ടിഫിഷ്യലി തന്നെയാണ്. കുറച്ച് ഫീലിങ്സ് വെറുതെ വാരി ഇട്ടു എന്നുള്ളതല്ലാതെ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരിക്കലും വരില്ല. അപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യലി ഈ കാര്യം പറയുന്നു, പിറ്റേ ദിവസവും നമ്മളത് പറയുന്നു. നിങ്ങൾ ഒരു 7 ദിവസം പറഞ്ഞു നോക്ക്. 7ാമത്തെ ദിവസം നമുക്ക് അവരോടുള്ള മനോഭാവത്തിൽ നല്ല വ്യത്യാസം വരും. നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കൊല്ലും എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് 7ാമത്തെ ദിവസം കഴിയുമ്പോൾ ആ പോട്ടെ, എന്തേലും ആയിക്കൊണ്ട് പോട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരും. നമുക്ക് 21 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് അവരോടുള്ള ദേഷ്യം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് അവരെ നമ്മൾ മൈൻഡിലേക്ക് എടുക്കാത്ത ഒരവസ്ഥ വരും. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ട്, അവരുടെ പ്രസൻസ് എവിടെയോ ഉണ്ട്, നമ്മളിലേക്കില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഫ്രീ ആകുന്നു. അങ്ങനെ ഫ്രീ ആയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തടസ്സങ്ങളൊക്കെ അങ്ങ് മാറി കിട്ടും. അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ചും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് 21 ദിവസം, അത് നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്യാനുള്ളത്, നമ്മളുടെ ലൈഫിൽ നമ്മൾ ത്രൂ ഔട്ട് ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ മാപ്പ് പറഞ്ഞു. നമ്മൾ പ്രസൻറ്റ് ലൈഫിലെത്തുമ്പോൾ, നമ്മൾ പാസ്റ്റിൽ നിന്ന് വിട്ട് നമ്മളൊരു പ്രസൻറ്റ് ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഡോറ് തുറന്നു തരും. അപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങളിത് പറഞ്ഞിട്ട് ഉടനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് നാളെ എല്ലാവർക്കും മാപ്പ് കൊടുത്ത് നാളെ എനിക്ക് ലോട്ടറി ടിക്കറ്റ് അടിക്കുമോ, അങ്ങനെയൊന്നും അല്ല. ലൈഫിൽ ചെറിയ 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 ഡോർസ് ഓപ്പൺ ആക്കി കിട്ടുക. അതുവഴി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ വലിയ അവസരങ്ങൾ നമുക്ക് തേടി വരും. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക് യു സോ മച്ച്.